നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. ഞാൻ ഈ വീഡിയോ തുടങ്ങുമ്പോഴേ ആദ്യമേ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചേക്കുക. എല്ലാവരും ഈ വീഡിയോക്ക് താഴെ കമന്റ് ഇടുന്ന 50 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, അതിൻ്റെ കൂട്ടത്തിൽ 5 തിരക്കട്ടെ, 55 50 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ഇടും. മക്കളെ, ഇതാണ് ഞാൻ ആദ്യത്തെ ചാപ്റ്റർ, രണ്ടാമത്തെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്, മോഷൻ ഇൻ സ്ട്രെയിറ്റ് ലൈൻ, മോഷൻ ഇൻ പ്ലെയിന്, പിന്നെ 4 ചാപ്റ്റർ ഒരുമിച്ച് ചെയ്തൊരു വീഡിയോ ഉണ്ട്. അതായത് ലോസ് ഓഫ് മോഷൻ, വർക്ക് എനർജി പവർ, സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്, ഈസി ആയിട്ട് പഠിപ്പിക്കുന്നത്, മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്. ഇതിനകത്ത് ഈ 50 ക്വസ്റ്റ്യൻസിൻ്റെ ആ ചാപ്റ്ററിൽ നിന്ന് പറഞ്ഞേക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അല്ലാതെ അഡീഷണൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ വീഡിയോസ് മാത്രം നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. അല്ലെ, അതിനൊരു ഉത്തരവായി. ഇനി 50 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ഇടും മാഷേ എന്ന് പറഞ്ഞിടരുത്. കെമിസ്ട്രി അങ്ങനെ ഇട്ടിട്ടുണ്ട്, കെമിസ്ട്രി 50 ക്വസ്റ്റ്യൻസ് ആൻസർ ഇട്ടിട്ടുണ്ട്. ഫിസിക്സ് അങ്ങനെ ഇടാൻ പറ്റത്തില്ല, കാരണം ഇഷ്ടം പോലെ ഉണ്ട്, നിങ്ങൾക്ക് തന്നെ അറിയാം. പക്ഷേ ഇതെല്ലാം വളരെ കുറച്ച്, നിങ്ങൾക്കൊരു മൊത്തത്തിൽ ഒരു 3-4 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ഈ 50 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ഈ പല ചാപ്റ്ററിലായിട്ട് നിങ്ങൾക്ക് ലിങ്കുകൾ താഴെ ഇട്ടേക്കാം. ഈസി ആയിട്ട് നമുക്ക് പഠിക്കാം. ഈസി വെരി വെരി ഈസി. നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് കിട്ടുക. ഇന്ന് ഞാനൊരു വലിയൊരു ചാപ്റ്റർ എടുത്തേക്കുന്നത്. ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടേക്കുന്ന വെയിറ്റേജ് കൂടിയ ചാപ്റ്റർ ലോസ് ഓഫ് മോഷൻ ആണ്. ചാപ്റ്റർ മാർക്ക് കൂടുതൽ ചോദിച്ചേക്കുന്നത്. അത് കഴിഞ്ഞാൽ പല രീതിയിൽ വെയിറ്റേജ് നമ്മൾ പലരും പല രീതിയിൽ പറയും. പക്ഷെ ഞാൻ കണ്ടേക്കുന്ന പലപ്പോഴും ലോസ് ഓഫ് മോഷൻ ആണ്. പിന്നെ ഏറ്റവും കൂടുതൽ വെയിറ്റ് ഉള്ളൊരു ചാപ്റ്ററാണ് ഗ്രാവിറ്റേഷൻ. ഗ്രാവിറ്റേഷൻ നമ്മളിന്ന് വളരെ സിമ്പിളായിട്ടും ഹമ്പിളായിട്ടും പഠിപ്പിക്കും. അന്നേരം അതിൻ്റെ നോട്ട്സ് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഫ്രീ ഇംപ്രൂവ്മെൻറ്റ് ക്ലാസ്സിൻ്റെ ഗ്രൂപ്പുണ്ട്. വാട്സപ്പിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ, നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിന് ലിങ്ക് ഇട്ടേക്കും. സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ് നിങ്ങൾ തരുന്ന ഏറ്റവും വലിയ മാഷായിരുന്നു ഏറ്റവും നല്ല ഗിഫ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങൾ എനിക്ക് തരേണ്ട ഗിഫ്റ്റ് നിങ്ങൾ ഗംഭീര മാർക്ക് മേടിച്ച് അടിപൊളിയായിട്ട് പഠിക്കുക കേട്ടോ. അന്നേരം ഗ്രാവിറ്റേഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ന്യൂട്ടന്റെ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. അതിനകത്ത് ഒരുമാതിരിപ്പെട്ടതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നൊന്നും നോട്ട് പ്രെഡിക്റ്റബിൾ. അന്നേരം ന്യൂട്ടൺ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എവരി പാർട്ടിക്കിൾ ഇൻ ദി യൂണിവേഴ്സ് അട്രാക്ട്സ് എവരി അതർ പാർട്ടിക്കിൾ വിത്ത് എ ഫോഴ്സ്. പ്രപഞ്ചത്തിലെ എല്ലാ പാർട്ടികളും മറ്റൊരു പാർട്ടികളെ അട്രാക്ട് ചെയ്യും ഒരു ഫോഴ്സ് കൊണ്ട്. ദാറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് ദിയർ മാസസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഞാൻ ഈ കോഡിൻ്റെ സമയത്ത് ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് ഞാൻ പറയും, ഇതിനെപ്പോഴും ഒരു പാരഡി ഉണ്ട്. എവരി ബോയ് അട്രാക്ട്സ് എവരി അതർ ഗേൾ വിത്ത് എ ഫോഴ്സ് ദാറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബോയ്സ് ലവ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഗേൾസ് ബ്രദേഴ്സ് സ്ട്രെങ്ത്. പക്ഷേ ഇന്നത്തെ കാലത്ത് ഇത് ആപ്ലിക്കബിൾ അല്ല, അതുകൊണ്ട് ഞാനിപ്പം പറയുന്നില്ല. അന്നേരം ന്യൂട്ടൻ്റെ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ പഠിച്ചു നോക്കിയേ. എവരി പാർട്ടിക്കിൾ ഇൻ ദി യൂണിവേഴ്സ് അട്രാക്ട്സ് എവരി അതർ പാർട്ടിക്കിൾ വിത്ത് എ ഫോഴ്സ് ദാറ്റ് ഈസ് പറഞ്ഞല്ലേ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് ദിയർ മാസസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അന്നേരം ഈക്വേഷൻ നോക്കിയേ. Every particle in the universe attracts every other particle with a force. F is directly proportional to product of their masses. രണ്ട് മാസ് എടുക്കുക, m1 m2 and square of and inversely proportional to square of the distance between them. ഇങ്ങനെ എഴുതാം. F is proportional to m1 m2 into 1/r². into 1/r² എന്ന് പറയുന്നതാണ് r². അന്നേരം F is proportional to m1 m2 r². പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റണമെങ്കിൽ കോൺസ്റ്റന്റ് കൊണ്ട് ഗുണിക്കണം. ആ കോൺസ്റ്റന്റ് ആണ് ജി. ഫിസിക്കലി ജി ഇൻറ്റു m1 m2 r². ആ ജിയെ പറയുന്ന പേരാണ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കും, ഈസ് ദെയർ എനി കോൺസ്റ്റന്റ് അസോസിയേറ്റഡ് വിത്ത് ഗ്രാവിറ്റേഷൻ? യെസ്, ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ്. ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റ് ഈ ഗ്രാവിറ്റേഷൻ അടുത്ത ചാപ്റ്ററിനകത്തുണ്ടോ? ഉണ്ട്. ആ കോൺസ്റ്റന്റ് പറയുന്ന പേരാണ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. അന്നേരം എഫ് ഫിസിക്കലി ജി ഇൻറ്റു m1 m2 r². ഓക്കെ, അതിന് ജി കണ്ടുപിടിക്കാം. ജി ഇസിക്കൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ f r² m1 m2. ഇതിന്റെ യൂണിറ്റ് പറയാം. എഫിന്റെ യൂണിറ്റ് എന്തുവാണ്? ന്യൂട്ടൺ. ആറിന്റെ ഡിസ്റ്റൻസ് ആകുമ്പോൾ ഡിസ്റ്റൻസിന്റെ മീറ്റർ, r² ആകുമ്പോൾ മീറ്റർ സ്ക്വയർ. അതായത് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ബൈ മാസിന്റെ കിലോഗ്രാം ഇൻറ്റു കിലോഗ്രാം സ്ക്വയർ. അതായത് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ബൈ കിലോഗ്രാം സ്ക്വയർ. യൂണിറ്റ് 6.67 ഇൻറ്റു യൂണിറ്റ് അല്ല, വാല്യൂ ഓഫ് ജി 6.67 ഇൻറ്റു 10⁻⁻11. എൻ്റെ കൂട്ടത്തിൽ എൻ്റെ യൂണിറ്റ് കൂടെ എഴുതിയേക്കുക. ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ബൈ കിലോഗ്രാം സ്ക്വയർ. അന്നേരം വളരെ സ്പീഡിൽ പഠിച്ച് നല്ല വൃത്തിയായിട്ട് തുടക്കം അങ്ങ് അതാക്കാൻ. ന്യൂട്ടൻ്റെ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. എവരി പാർട്ടിക്കിൾ ഇൻ ദി യൂണിവേഴ്സ് അട്രാക്ട്സ് എവരി അതർ പാർട്ടിക്കിൾ വിത്ത് എ ഫോഴ്സ് ദാറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് ദിയർ മാസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം.
നിങ്ങൾ 2x സ്പീഡിലൊന്നും കാണരുത്. F is proportional to m1 m2 by r square. F is equal to m1 m2 by r square. F is equal to g into m1 m2 by r square, where g is called gravitational constants. The value of g is 6.67 into 10 raised to minus 11 Newton meter square by kilogram square. ഇത് ഏത് കുട്ടിക്കും ഈസി ആയിട്ട് പഠിക്കാം. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് എഴുതി പഠിക്കുക. നന്നായിട്ട് പഠിച്ചാൽ ഈസി ആയിട്ട് പറ്റും. ഇതാണ് ന്യൂട്ടന്റെ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. സിമ്പിളായിട്ട് മാഷ് സ്റ്റെപ്പുകളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അടുത്തിലോട്ട് മാഷ് കയറുകയാണ്. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ജി എന്താണ്? ജിക്കുള്ള ഇക്വേഷൻ നമുക്കറിയാം, എഫ് ആർ സ്ക്വയർ ബൈ m1 m2. ഇതിൽ ജി ഇസ് ഈക്വൽ ടു എഫ് എന്ന് എഴുതണമെന്നുണ്ടെങ്കിൽ r 1 ആയിരിക്കണം, m1 m2 1 ആയിരിക്കണം, അല്ലേ? r ഇസിക്കൽ 1 മീറ്റർ, m1 ഇസിക്കൽ m2 ഇസിക്കൽ 1 കിലോഗ്രാം. അങ്ങനെയാണെങ്കിൽ ജി ഇസിക്കൽ ടു എഫ്. അത് വെച്ച് നമുക്ക് പറയാം ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ഈസ് ന്യൂമറിക്കലി ഈക്വൽ ടു ദി എഫ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ യൂണിറ്റ് മാസസ്. ശരിയല്ലേ? m1 m2 ഇസിക്കൽ ടു 1 കിലോഗ്രാം separated by unit distance. Now, what is meant by gravitation constant? Very important 1 mark question. Gravitation constant is equal to the, is numerically equal to the F എന്ന് പറയുന്നത് എന്താണ്? Force of attraction between unit to masses. Unit to mass എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി പഠിക്കുക. m1 is equal to m2 is equal to 1 kilogram separated by unit distance. Okay. ഒരു ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് ആയി. ക്ലിയർ ആണോ എന്ന് നോക്കണേ. അടുത്ത ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിനോട്ട് ലെറ്റർ സ്മോൾ ജി ആണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിനോട്ട് ലെറ്റർ സ്മോൾ ജി ആണ്. എന്താണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി? ആക്സിലറേഷൻ കോസ്ഡ് ബൈ എർത്ത് അട്രാക്ഷൻ. ഭൂമിയുടെ ആകർഷണം കൊണ്ടുണ്ടാകുന്ന ആക്സിലറേഷൻ പറയുന്നവരാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ എപ്പോഴും ഓർത്തോണം, 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ സ്മോൾ ജി ആണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഹാസ് മാക്സിമം വാല്യൂ എവിടാണ്? പോൾസിലാണ്. മിനിമം വാല്യൂ എവിടെയാണ്? ഇക്വേറ്ററിലാണ്. മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ 9.8, മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ 0. ഓക്കെ. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ ഗ്രാവിറ്റേഷനകത്ത് എപ്പോഴും ക്യാപിറ്റൽ എം എർത്തിന്റെ മാസിനെ സൂചിപ്പിക്കും. ക്യാപിറ്റൽ ആർ എപ്പോഴും എർത്തിന്റെ റേഡിയസിനെ സൂചിപ്പിക്കും. ഇത് നിങ്ങൾ ഓർത്ത് വെച്ചോണം. എപ്പോഴും ഗ്രാവിറ്റേഷൻ അങ്ങനെ എഴുതി പഠിക്കുന്നത് നല്ലത്. ക്യാപിറ്റൽ എം എർത്തിന്റെ മാസിന്, ക്യാപിറ്റൽ ആർ എർത്തിന്റെ റേഡിയസിന്. അത് നിങ്ങൾ വിചാരിക്കും സ്മോൾ എം നമ്മുടെ മാസാകാം, സാറ്റലൈറ്റിന്റെ മാസാകാം, പ്ലാനറ്റ്, ബാക്കി എർത്തൊഴിച്ച് ബാക്കി എല്ലാത്തിൻ്റെയും സ്മോൾ എം ആകാം മാസ്. ബാക്കിയുള്ളതിൻ്റെ എല്ലാം റേഡിയസ് സ്മോൾ ആർ ആയിട്ട് എടുക്കാം. ഓക്കെ. എന്നിട്ട് നമുക്ക് ഇതിന്റെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കാം. എഫ് ഈസ് ഈക്വൽ ടു, നമുക്ക് അറിയാവുന്ന ഇക്വേഷനിൽ തുടങ്ങാം. ഇപ്പൊ നമ്മൾ പഠിച്ചു എഫ് ഈസ് ഈക്വൽ ജി ഇൻറ്റു m1 m2 ബൈ ആർ സ്ക്വയർ. 3 സബ്സ്റ്റിറ്റ്യൂഷൻ കാണാൻ അറിയണം. m1ന് പകരം ക്യാപിറ്റൽ എം എന്ന് കൊടുക്കാം, m2ന് പകരം നമുക്ക് സ്മോൾ എം എന്ന് കൊടുക്കാം, സ്മോൾ ആറിന് പകരം ക്യാപിറ്റൽ ആർ എന്ന് കൊടുക്കാം. ഒരു ഈക്വേഷൻ തൊട്ട് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. എഫ് ഈസ് ഈക്വൽ ടു ജി ക്യാപിറ്റൽ എം സ്മോൾ എം ബൈ ക്യാപിറ്റൽ ആർ സ്ക്വയർ. സ്മോൾ ആറിന് പകരം ക്യാപിറ്റൽ ആർ സ്ക്വയർ. ഇക്വേഷൻ നമ്പർ 1. ന്യൂട്ടന്റെ സെക്കൻഡ് അനുസരിച്ച് എഫ് ഈസ് ഈക്വൽ എം എൽ ഡി ആണോ? എക്ക് പകരം നമുക്ക് ജി എന്ന് കൊടുത്താൽ എഫ് ഈസ് ഈക്വൽ ടു എം ജി. ഇക്വേഷൻ നമ്പർ 2. 1ഉം 2ഉം നിങ്ങൾ നോക്കി, ഒരു സൈഡ് സെയിം ഇല്ലയോ? ജി എം എം ബൈ ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു എം ജി, അല്ലെങ്കിൽ തിരിച്ചെഴുതാം എം ജി ഈസ് ഈക്വൽ ടു ജി എം എം ബൈ ആർ സ്ക്വയർ. ഒരു എമ്മും എമ്മും ക്യാൻസൽ ആയി. ഉത്തരം കിട്ടി. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ജി ഈസ് ഈക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻ ആണ്. ഈ ചാപ്റ്റർ തീരുന്നവരെ ഈ ഇക്വേഷൻ നമ്മളെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. ഫോളോ ചെയ്യും കേട്ടാ. ഒരു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി പഠിച്ചു. അതിൽ നിന്ന് ചോദിക്കാവുന്ന ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ആയിട്ട് മാസ് ഓഫ് ദി എർത്ത്. മാസ് ഓഫ് ദി എർത്ത് ഡിനോട്ട് ലെറ്റർ എം ആണ്. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഇപ്പം പഠിച്ച ഇക്വേഷൻ ജി ഈസ് ഈക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ. അതിൽ നിന്ന് എം ഈസ് ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ ഈ ആർ സ്ക്വയർ ജി ബൈ ജി. ജി ഈസ് ഈക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ. അതിൽ നിന്ന് ക്യാപിറ്റൽ എം ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ ജി ബൈ ജി. ഇതാണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയിൽ നിന്ന് ജി ഈസ് ജി എം ബൈ ആർ സ്ക്വയർ. മാസ് ഓഫ് ദി എർത്ത് കണ്ടുപിടിക്കാൻ എം ആണ് മാസ്. 2 സ്റ്റെപ്പല്ലേ ഉള്ളൂ. എം ഈസ് ഈക്വൽ ആർ സ്ക്വയർ ജി ബൈ ജി. ഇതുപോലെ ഡെൻസിറ്റി ഓഫ് ദി എർത്ത് കണ്ടുപിടിക്കണം. ഈ ലെറ്റർ ഏതാ? ഡിനോട്ട് ലെറ്റർ റോ ആണ്. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്തുവാടെ? മാസ് ബൈ വോളിയം. എഴുതിയിട്ടുണ്ട് മാഷ്. ഡെൻസിറ്റി ഈസിക്കൽ മാസ് ബൈ വോളിയം. റോ ഈസിക്കൽ ടു, റോ ഇങ്ങനെ എഴുതുന്നത് കേട്ടോ, റോ ഈസിക്കൽ ടു എം ബൈ വി. എം നമ്മളിപ്പം കണ്ടുപിടിച്ചു, ആർ സ്ക്വയർ ജി ബൈ ജി. വോളിയം എന്ന് പറഞ്ഞാൽ നമ്മൾ എർത്തിനെ കൺസിഡർ ചെയ്യുന്ന നല്ല സ്ഫിയർ ആയിട്ടാണ്. സ്ഫിയറിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ 4/3 പൈ ആർ ക്യൂബ. ഏത് ആറാ? ക്യാപിറ്റൽ ആറാ, കാരണം എർത്തിന്റെ വോളിയമാണ്. അത് നോക്കി, എം നമ്മളിപ്പം കണ്ടുപിടിച്ചു, വോളിയം 4/3 പൈ ആർ ക്യൂബ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് റോ ഈസിക്കൽ ടു ആർ സ്ക്വയർ ജി ബൈ 4/3 പൈ ആർ ക്യൂബ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് ഞാനൊന്ന് കാണിച്ചു തരാം. റോ ഈസിക്കൽ ആർ സ്ക്വയർ ജി ബൈ ജി. ഈ 4/3 ഇൻറ്റു വരുമ്പം 3/4
3/4 ആർ ക്യൂബ് എന്ന് വരും. ഒരു r² ആർ ക്യൂബും വെട്ടിപ്പോയി. g ഇൻറ്റു 3g/4 ഇവിടെ ഒരു r ഉണ്ട് 4πr. ഇതാണ് ഡെൻസിറ്റി. ഡെൻസിറ്റിയും 2 മാർക്കിനും 3 മാർക്കിനും ചോദിക്കാം. മാസ് ഓഫ് ദി എർത്ത് ചോദിച്ചിട്ടുണ്ട്, ഡെൻസിറ്റി ഓഫ് ദി എർത്ത് ചോദിച്ചു. ഇനിയും നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, വേരിയേഷൻ ഓഫ് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇത് രണ്ടെണ്ണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് സിമ്പിളാണ്, ഇത് നിങ്ങൾ ജസ്റ്റ് നോക്കിക്കൊണ്ട് പോയാൽ മതി. വേരിയേഷൻ ഓഫ് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് വ്യത്യാസങ്ങൾ വരാം. എവിടൊക്കെ? ഓൾട്ടിറ്റ്യൂഡിലും ഡെപ്തിലും. ഇപ്പം ഇതാണ് എർത്തിൻ്റെ റേഡിയസ് എങ്കിൽ, h ആണ് ഹൈറ്റ് എങ്കിൽ, സ്മോൾ h ആണ് ഹൈറ്റ്, ഇത് ക്യാപിറ്റൽ R ആണ് എർത്തിൻ്റെ റേഡിയസ്. h ആണെങ്കിൽ ഹൈറ്റ് എങ്കിൽ, ഓൾട്ടിറ്റ്യൂഡിന് പറയുന്ന മറ്റു പേരാണല്ലോ ഹൈറ്റ്. എങ്ങനെ ഇരിക്കും നമ്മൾ? ഇത് r ആണെങ്കിൽ h ഹൈറ്റ് ആണെങ്കിൽ r+h എന്നെടുക്കും. ഡെപ്ത് ആണെങ്കിൽ r-h എന്നെടുക്കും. ഇത് നമ്മുടെ മൂളയിലുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പമാണ്. ആദ്യത്തെ ഇത് 4 മാർക്കിന് 5 മാർക്കിന് ഇത് രണ്ടുകൂടെ ചോദിച്ച വർഷങ്ങളുണ്ട്. വേരിയേഷൻ ഓഫ് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിത്ത് ഓൾട്ടിറ്റ്യൂഡും ഡെപ്തും ഒരു വർഷം തന്നെ പബ്ലിക് എക്സാം വെച്ചിട്ടുണ്ട് 4-5 മാർക്ക്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എപ്പോഴും എഴുതില്ല, വെരി ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ VI എന്നോ VP എന്നൊക്കെ എഴുതും കേട്ടോ. വേരിയേഷൻ ഓഫ് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിത്ത് ഓൾട്ടിറ്റ്യൂഡ്. തുടങ്ങാം. മെയിൻ ഇക്വേഷൻ ഞാനിപ്പോൾ പറഞ്ഞു, g = gm/r², ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, ഇനി അടുത്ത വേരിയേഷൻ കാണിക്കാൻ ജിക്ക് പകരം g' എന്ന് എഴുതി. gm/ ഹൈറ്റ് ആകുമ്പോൾ ഞാൻ പറഞ്ഞു ആറിന് പകരം എന്ത് കൊടുക്കാം? r+h². അത് ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, 1ഉം 2ഉം ക്ലിയർ ആയി. ഇക്വേഷൻ 1 ഡിവൈഡ് ബൈ ഇക്വേഷൻ 2, സെയിം സൈഡ് നമ്മൾ ഡിവൈഡ് ചെയ്യുക. അന്നേരം g/g' = gm/r² gm/r+h². ഇത് gm/r² gm/r+h². gmഉം gmഉം ക്യാൻസൽ ആയി പോകട്ടെ, r+h അങ്ങ് മൂളിപ്പോരും. അന്നേരം g/g' = r+h²/r². ഇത് നമുക്ക് ഒരുമിച്ച് എഴുതാം. g/g' എല്ലാ സ്റ്റെപ്പ് എഴുതി പോയിട്ടുണ്ട്, r+h/r². ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഇപ്പോൾ a+b/2 എന്ന് പറഞ്ഞാൽ a/2 + b/2 അങ്ങനെയാണെങ്കിൽ g/g' = r+h/r എങ്ങനെ എഴുതാം? r/r + h/r². g/g' ഒരിടത്ത് അതുപോലെ എഴുതുക, r/r എന്ന് പറഞ്ഞാൽ 1 + h/r². നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? പലർക്കും അവിടെയാണ് മിസ്റ്റേക്ക്. എല്ലാം എഴുതി വരും, എന്നിട്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കും എന്ത് കണ്ടുപിടിക്കണ്ടേ. വേരിയേഷൻ ഓഫ് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിനോട്ട് ലെറ്റർ g'. g' ഇങ്ങനെ എഴുതണ്ട കേട്ടോ, വട്ടി പോലെ ഇരിക്കണമെന്നൊന്നുമില്ല കേട്ടോ. g' = g ഡിവൈഡഡ് ബൈ 1 + h/r². ഇപ്പം a/b² ആണെങ്കിൽ b² മുകളിലോട്ട് കൊണ്ടുപോകുമ്പോൾ ab⁻² എന്ന് കിട്ടത്തില്ലേ? അതുപോലെ g' = g ഇത് 1 + h/r² മുകളിൽ പോയാൽ 1 + h/r². ഇവിടെ വരെ എഴുതിയാലും മതി. എന്നാലൊരു പൂർണ്ണതയ്ക്ക് വേണ്ടി മാത്സിലൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്, ഈ പ്ലസിന്റെ സ്ഥാനത്തോട്ട് കണ്ട് ഈ -2 ഇനി വരും. അന്നേരം g' = g × 1 പ്ലസിന്റെ സ്ഥാനത്തോട്ട് ഈ -2, അന്നേരം -2h/r. വളരെ സിമ്പിളാണ്. നിങ്ങൾ ഒരു വട്ടം ഒന്ന് കേട്ട്, 1-2 വട്ടം കേട്ട് പഠിച്ചാൽ പഠിച്ചിരിക്കണം. വേരിയേഷൻ ഓഫ് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിത്ത് ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ആണ് കേട്ടോ. ഇനി എന്താണ് നമ്മുടെ അടുത്ത KGF, വേരിയേഷൻ ഓഫ് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിത്ത് ഡെപ്ത്. ഇവനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ശ്രദ്ധിച്ച് നോക്കണേ. ആദ്യത്തെ ഇക്വേഷൻ g = gm/r². ഞാൻ പറഞ്ഞല്ലോ ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ഇക്വേഷൻ നമ്പർ 1. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം. എന്നിട്ട് നമ്മൾ എഴുതി ρ = m/v. അതിൻ്റെ എല്ലാം ലെറ്റേഴ്സ് കൊടുത്തു. അതിൽ നിന്ന് ρ = m/v നമുക്കറിയാമല്ലോ, എർത്തിനെ കൺസിഡർ ചെയ്യുന്ന സ്ഫിയർ ആയിട്ട്. അന്നേരം 4/3πr³. അതിൽ നിന്ന് m കണ്ടുപിടിക്കുക. m = ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ 4/3πr³ ρ. അത് ഇക്വേഷൻ നമ്പർ 2. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഇതിനകത്ത് g = gm/r² ഉണ്ടല്ലോ, ഈ m-ന് പകരം നാണ്ട ഈ 4/3πr³ റോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. g g × m-ന് പകരം എന്ത് കൊടുക്കാം? 4/3πr³ റോ ബൈ ഇവിടെ നോക്കിയേ r². ഒരു r²ഉം ഒരു r³ ക്യാൻസൽ ആയി. ഒന്ന് അറേഞ്ച് ചെയ്ത് മാഷ് എഴുതുകയാണ്. g = 4/3 ആദ്യം എഴുതി,
പൈ ഉണ്ട്, പിന്നെ ആർ ഉണ്ട്, ജി ഉണ്ട്, റോ ഉണ്ട്. എന്നാൽ 4/3 പൈ ആർ ജി റോ, ഇക്വേഷൻ നമ്പർ 3. ഇത് ശ്രദ്ധിച്ചോണം, ഇത് നന്നായിട്ട് ശ്രദ്ധിച്ചാൽ അടുത്ത എളുപ്പമാണ്. വേരിയേഷൻ ജി ഡാഷ് ആണ്. അവിടെ ഒരു അറിഞ്ഞിരിക്കേണ്ടത് ജി കോൺസ്റ്റന്റ് ആണ്. ക്യാപിറ്റൽ ജി എപ്പോഴും കോൺസ്റ്റന്റ് ആണ്. ഡെപ്തിലോട്ട് പോകുമ്പോൾ മാസിന്റെ നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് എം എന്നുള്ളതിനെ എം ഡാഷ് എന്ന് എഴുതിയേക്കണം. ജി ഡാഷ് ഈസ് ഈക്വൽ ടു ജി എം ഡാഷ് ബൈ ആർ മൈനസ് എച്ച്. ഞാൻ മുമ്പ് പറഞ്ഞു ഡെപ്ത് ആകുമ്പം ആർ പ്ലസ് എച്ച് അല്ല, ആർ മൈനസ് എച്ച് ആണ്. അതുകൊണ്ട് ഈ ഇക്വേഷൻ ജി ഈസ് ഈക്വൽ ജി ജി ഇൻറ്റു എമ്മിന് വരെ എം ഡാഷ് ബൈ ഡെപ്ത് ആയതുകൊണ്ട് ആർ മൈനസ് എച്ച്, ആർ സ്ക്വയർ ആയതുകൊണ്ട് ആർ മൈനസ് എച്ച് ദി ഹോൾ സ്ക്വയർ. ഈ എം ഡാഷ് അതിൽ നിന്ന് കണ്ടുപിടിക്കണം. നോക്കി, എമ്മിനുള്ള ഇക്വേഷൻ ഇതല്ലേ, 4/3 പൈ ആർ ക്യൂബ് റോ. ഇത്രയേ ഉള്ളൂ. എം ഡാഷ് ആണെങ്കിൽ 4/3 പൈ ആർ ക്യൂബിന് പകരം ആർ മൈനസ് എച്ച്, അത് മാത്രമേ ഉള്ളൂ. നോക്കി, എം ഡാഷ് ഇസിക്കൽ 4/3 പൈ ആർ മൈനസ് എച്ച് ദി ഹോൾ ക്യൂബ് ഇൻറ്റു റോ. കാരണം ഇവിടെ ആർ ക്യൂബിന് പകരം ഇവിടെ എന്ത് വന്നു, ആർ മൈനസ് എച്ച് ദി ഹോൾ ക്യൂബ് ഇൻറ്റു റോ. ജി ഡാഷ് ഇസിക്കൽ ടു ജി ഇൻറ്റു, ഇവിടെ ശ്രദ്ധിച്ചോണേ, ജി ഇൻറ്റു എം ഡാഷിന് പകരം കൊടുക്കാം 4/3 പൈ ആർ മൈനസ് എച്ച് ദി ഹോൾ ക്യൂബ് ഇൻറ്റു റോ ബൈ ആർ മൈനസ് എച്ച് ദി ഹോൾ സ്ക്വയർ. ആർ മൈനസ് എച്ച് ദി ഹോൾ സ്ക്വയർ, ആർ മൈനസ് എച്ച് ദി ഹോൾ ക്യൂബ് ക്യാൻസൽ ആയി. ജി ഡാഷ് ഇസിക്കൽ ടു 4/3 പൈ ആർ മൈനസ് എച്ച് ഇൻറ്റു ജി ഇൻറ്റു റോ, ഇക്വേഷൻ നമ്പർ 4. അപ്പം ജിയും ജി ഡാഷും കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ജി ഡാഷ് ബൈ ജി ചെയ്യുക. ഇക്വേഷൻ 4 ഡിവൈഡ് ബൈ ഇക്വേഷൻ 3. 4/3 പൈ ആർ മൈനസ് എച്ച് ഇൻറ്റു ജി ഇൻറ്റു റോ ഹോൾ ഡിവൈഡ് ബൈ 4/3 പൈ ആർ ജി റോ. സെയിം സൈഡ് നമ്മൾ ഡിവൈഡ് ചെയ്തു. വെട്ടി കളിക്കാൻ നല്ല സുഖമാണ്. 4/3 വെട്ടി, പൈ വെട്ടി, ജി വെട്ടി, റോ വെട്ടി. ബാക്കി ജി ഡാഷ് ബൈ ജി ഈക്വൽ ടു ആർ മൈനസ് എച്ച് ബൈ ആർ. ഇത്രയല്ലേ ഉള്ളൂ. ബാക്കിയെല്ലാം വെട്ടിപ്പോയി. ആറ് വെറും ചാടി കയറി വെട്ടരുത്. പഴശ്ശിരാജയുടെ കൊച്ചുമക്കളൊന്നും അല്ല, സൂക്ഷിച്ചോണം. ചുമ്മാ വെട്ടി കളിക്കരുത് കേട്ടോ. ജി ഡാഷ് ബൈ ജി ഈക്വൽ ആർ മൈനസ് എച്ച് ബൈ ആർ. ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ജി ഡാഷ് ബൈ ജി ഈക്വൽ ടു ആർ ബൈ ആർ മൈനസ് എച്ച് ബൈ ആർ. ജി ഡാഷ് ബൈ ജി ഈക്വൽ ടു 1 മൈനസ് എച്ച് ബൈ ആർ. അതിൽ നിന്ന് ജി ഡാഷ് ഈക്വൽ ടു ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, ജി ഇൻറ്റു 1 മൈനസ് എച്ച് ബൈ ആർ. സിമ്പിൾ. ശരിയുണ്ട് ലെങ്തി, പക്ഷെ 4 മാർക്കിന് 5 മാർക്കിന് ചോദിക്കുമ്പോൾ നമുക്കത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇനി ഇത് സ്കിപ്പ് ചെയ്യരുത്. വേരിയേഷൻ ഓഫ് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിത്ത് ഓൾട്ടിറ്റ്യൂഡ് ആൻഡ് ഡെപ്ത് പഠിക്കാതെ പോകൽ. ചോദിക്കാതിരിക്കുക രണ്ടാമത്തത്. പക്ഷെ ചോദിക്കാനുള്ള പ്രോബബിലിറ്റി ചാൻസ് വളരെ കൂടുതലാണ്. അത്രയും ക്ലിയർ ആണല്ലോ, ക്രിസ്റ്റൽ ക്ലിയർ. ഗ്രാവിറ്റേഷൻ സിമ്പിളാണ്, വളരെ സിമ്പിൾ. ഫിസിക്സേ സിമ്പിളാണ്. അടുത്തിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് സാറ്റലൈറ്റ് ആണ്. ഈ സാറ്റലൈറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഓർബിറ്റ് വെലോസിറ്റിയും നമ്മുടെ എസ്കേ വെലോസിറ്റി. ഓർബിറ്റ് വെലോസിറ്റി പറയുന്നവർ ഫസ്റ്റ് കോസ്മിക് വെലോസിറ്റി എന്നും എസ്കേ വെലോസിറ്റി പറയുന്നവർ സെക്കൻഡ് കോസ്മിക് വെലോസിറ്റി. ഇത് മറക്കരുത് കേട്ടോ. ഓർബിറ്റ് വെലോസിറ്റി പറയുന്നവർ ഫസ്റ്റ് കോസ്മിക് വെലോസിറ്റി, എസ്കേ വെലോസിറ്റി പറയുന്നവർ സെക്കൻഡ് കോസ്മിക് വെലോസിറ്റി. എന്താണ് സാറ്റലൈറ്റ്? ഒരു പ്ലാനറ്റിന് ചുറ്റും, ഗ്രഹത്തിന് ചുറ്റും കോൺസ്റ്റന്റ് ആയിട്ട് റിവോൾവ് ചെയ്യുന്ന ബോഡിയെ പറയുന്ന പേരാണ് സാറ്റലൈറ്റ്. ഗ്രഹത്തിന് ചുറ്റും കറങ്ങുന്നതിനെയാണ് ഉപഗ്രഹം എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ സാറ്റലൈറ്റ് ആണ്. നാച്ചുറൽ സാറ്റലൈറ്റ് ഉണ്ട്, ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഉണ്ട്. നാച്ചുറലി ഒക്കറിങ് സാറ്റലൈറ്റ് ആണ് നാച്ചുറൽ സാറ്റലൈറ്റ്. എർത്തിൻ്റെ നാച്ചുറൽ സാറ്റലൈറ്റ് മൂണാണ്. ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് നമ്മൾ എല്ലാ ദിവസവും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആപ്പിള്, സ്പുട്നിക്, ഇൻസാറ്റ്, ചന്ദ്രയാൻ എല്ലാം. ചന്ദ്രയാനൊക്കെ എഴുതുമ്പം സ്പെല്ലിങ് തെറ്റണമെന്ന് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ഓക്കെയാണ്. അതിൽ നമുക്ക് വേണ്ട ആദ്യത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ ഈ പറഞ്ഞ ഓർബിറ്റ് വെലോസിറ്റി. പറയുന്ന മറ്റൊരു പേര് ഫസ്റ്റ് കോസ്മിക് വെലോസിറ്റി. ഓർബിറ്റ് വെലോസിറ്റി എന്താണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഓർബിറ്റ് എന്ന് പറയുന്നത് എന്തുവാ? ചുവിങ്കം ആണോ? എൻ്റെ അല്ല. ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സഞ്ചരിക്കണമെങ്കിൽ, നമുക്കൊക്കെ സഞ്ചരിക്കണമെങ്കിൽ റോഡ് വേണം, അല്ലേ? വഴി വേണം. അതുപോലെ പ്ലാനറ്റിനും സാറ്റലൈറ്റിനും ഒക്കെ സഞ്ചരിക്കാനുള്ള പാത്തിനെ പറയുന്ന പേരാണ് ഓർബിറ്റ്, സിമ്പിളായിട്ട്. അന്നേരം ദി വെലോസിറ്റി, ആ പാത്തിലൂടെ ഒരു സാറ്റലൈറ്റ് മൂവ് ചെയ്യാൻ എടുക്കുന്ന വെലോസിറ്റിയെ പറയുന്ന പേരാണ് ഓർബിറ്റ് വെലോസിറ്റി. ദി വെലോസിറ്റി വിത്ത് വിച്ച് എ സാറ്റലൈറ്റ് മൂവ്സ് ഇൻ ഇറ്റ്സ് ക്ലോസ്ഡ് ഓർബിറ്റ് ഈസ് കോൾഡ് ഓർബിറ്റൽ വെലോസിറ്റി. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരു സാറ്റലൈറ്റോ സ്റ്റാറോ പ്ലാനറ്റോ നമ്മുടെ ദേഹത്ത്, നമ്മുടെ തലയിലോ വല്ലതും വന്നാൽ റോഡിൽ വന്ന് വീണ് കിടക്കുമോ? ഇല്ല. അതിനെ പിടിച്ച് താങ്ങി നിർത്താൻ 2 കിടുകാച്ചി ഫോഴ്സുകളുണ്ട്. ഒന്ന്, താഴെ വീഴാതിരിക്കാൻ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്.
ചുറ്റും ഇങ്ങനെ എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കാൻ സെൻട്രിപിറ്റൽ ഫോഴ്സും ഉണ്ട്. അന്നേരം സെൻട്രിപിറ്റൽ ഫോഴ്സിനുള്ള ഇക്വേഷൻ ആണെന്നുണ്ട് നമുക്ക് എഫ് ഈസിക്കൽ എം വി സ്ക്വയർ ബൈ ആർ. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആണ് എഫ് ഈസിക്കൽ ജി എം എം ബൈ ആർ സ്ക്വയർ. ഈ സ്മോൾ ആർ സ്ക്വയർ കൊടുക്കാനുള്ള കാരണം സാറ്റലൈറ്റിൻ്റെ ഒക്കെ റേഡിയസ് സ്മോൾ ആർ ഞാൻ ആദ്യം പറഞ്ഞതാണ്. ഓക്കെ, 1ഉം 2ഉം നിങ്ങൾ നോക്കിയാൽ ഒരു സൈഡ് എഫ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇക്വേറ്റ് ചെയ്യാമല്ലോ. എം വി സ്ക്വയർ ബൈ ആർ ഈസിക്കൽ ടു ജി എം എം ബൈ ആർ സ്ക്വയർ. ഒരു സ്മോൾ എമ്മും വെട്ടിപ്പോവും, ഒരു ആറും ഇവിടെ ഒരു ആറും വെട്ടിപ്പോവും. ബാക്കി വി സ്ക്വയർ ഈസിക്കൽ ടു ജി എം ബൈ സ്മോൾ ആർ. അതിൽ നിന്ന് വി ഈസിക്കൽ ടു മെയിൻ ഇക്വേഷൻ ഇത് തന്നെയാണ്, വി ഈസിക്കൽ റൂട്ട് ഓഫ് ജി എം ബൈ സ്മോൾ ആർ. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ്. ഇവിടെ വരെ എഴുതിയാലും നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടും. ഇനി പ്രോബ്ലത്തിന് വേണ്ടി വേണമെങ്കിൽ നമുക്ക് പറയാം, സ്മോൾ ആർ എന്ന് പറയുന്നത് ഏതിൻ്റെയാണ്? നമ്മുടെ സാറ്റലൈറ്റിൻ്റെ റേഡിയസ് ആണ്. ഇതാണ് എർത്ത്. എർത്തിൻ്റെ റേഡിയസിൻ്റെ കൂട്ടത്തിൽ എച്ച് ഹൈറ്റ് കൂടുമ്പോഴേ സാറ്റലൈറ്റ് ചേരുന്നത്. അതായത് സ്മോൾ ആർ ഈസിക്കൽ ടു ക്യാപിറ്റൽ ആർ പ്ലസ് എച്ച്. അങ്ങനെയാണെങ്കിൽ സ്മോൾ ആറിന് പകരം ക്യാപിറ്റൽ ആർ പ്ലസ് എച്ച് കൊടുത്താൽ വി ഈസിക്കൽ റൂട്ട് ഓഫ് ജി എം ബൈ സ്മോൾ ആറിന് പകരം കൊടുക്കാം ക്യാപിറ്റൽ ആർ പ്ലസ് എച്ച്. ഇക്വേഷൻ നമ്പർ 2. ഇത് പ്രോബ്ലത്തിന് വേണ്ടി മാത്രം. ഇവിടെ വരെ നിങ്ങൾ എഴുതിയാൽ മതി. ഇത് എങ്ങനെ കിട്ടുമെന്നൊക്കെ മാഷ് പറഞ്ഞുതരാം. ഇനി ഈ ജി എമ്മിന് പകരം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണമെങ്കിൽ ജി ഈസിക്കൽ ടു ജി എം ബൈ ആർ സ്ക്വയർ. അതിൽ നിന്ന് ജി എം ഈസിക്കൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ ആർ സ്ക്വയർ ജി. അന്നേരം നിങ്ങൾ ഈ ഇക്വേഷൻ എന്നിട്ട് വി ഈസിക്കൽ റൂട്ട് ഓഫ് ജി എമ്മിന് പകരം എന്ത് കൊടുക്കാം? ആർ സ്ക്വയർ ജി ബൈ ആർ പ്ലസ് എച്ച്. അങ്ങനെ 3 ഇക്വേഷൻ നമുക്ക് പലപ്പോഴായിട്ട് പ്രോബ്ലത്തിലൊക്കെ ചോദിക്കാം. ഈ ഓർബിറ്റൽ വെലോസിറ്റി ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ ഓർബിറ്റൽ വെലോസിറ്റി എന്താണെന്നും ഇക്വേഷൻ നമ്പർ 1, 2 ആണ്ടേ ഇവിടെ വരെ വി ഈസിക്കൽ റൂട്ട് ഓഫ് ജി എം ബൈ സ്മോൾ ആർ വരെ എഴുതിയാൽ മതി. ഇത് അറിഞ്ഞിരിക്കണം. അതിൻ്റെ കൂട്ടത്തിൽ ഫസ്റ്റ് കോസ്മിക് വെലോസിറ്റി, ഓർബിറ്റൽ വെലോസിറ്റി എങ്ങനെ ഫസ്റ്റ് കോസ്മിക് വെലോസിറ്റി ആയെന്ന് നിങ്ങളോട് പരീക്ഷ ചോദിക്കാം. ഫസ്റ്റ് കോസ്മിക് വെലോസിറ്റിയുടെ വാല്യൂ ഒക്കെ ചോദിക്കാം. അത് നിങ്ങൾ നോക്കിയേ. അന്നേരം നമുക്ക് ഈ ഇക്വേഷൻ എടുക്കാം. വി ഈസിക്കൽ റൂട്ട് ഓഫ് ജി എം ബൈ ആർ പ്ലസ് എച്ച്. ഹൈറ്റ് ഇങ്ങനെ ഇത് രണ്ടും അങ്ങ് ഹൈറ്റ് അങ്ങ് കുറഞ്ഞു, ഹൈറ്റ് അങ്ങ് നെഗ്ലിജിബിൾ ആയി എന്ന് പറഞ്ഞാൽ എച്ച് ഈസിക്കൽ ടു 0. അങ്ങനെയാണ് ഈ ഇക്വേഷൻ എച്ച് 0 ആണെങ്കിൽ വി ഈസിക്കൽ റൂട്ട് ഓഫ് ജി എം ബൈ എച്ച് ജി എം ബൈ ആർ. ഈ ഇക്വേഷൻ ഇല്ലെങ്കിൽ നമ്മുടെ ഈ ഇക്വേഷൻ മതി. ഇത് ടോട്ടലി വേണ്ട, ഈ ഇക്വേഷൻ മതി. വി ഈസിക്കൽ റൂട്ട് ഓഫ് നമ്മൾ ദാണ്ട് ഈ പഠിച്ച 3ാമത്തെ ഇക്വേഷൻ റൂട്ട് ഓഫ് ആർ സ്ക്വയർ ജി ബൈ ആർ പ്ലസ് എച്ച്. ഇവിടെ എച്ച് ഉണ്ടല്ലോ, എച്ചിന് 0 എന്ന് കൊടുത്തു. അന്നേരം വി ഈസിക്കൽ ആർ സ്ക്വയർ ജി ബൈ ആർ എന്ന് വരും. ഇവിടെ ആറും വെട്ടിപ്പോവും. വി ഈസിക്കൽ ടു റൂട്ട് ഓഫ് ആർ ജി. ഈ വി ഈസിക്കൽ റൂട്ട് ഓഫ് ആർ ജിയെ പറയുന്ന പേരാണ് ഫസ്റ്റ് കോസ്മിക് വെലോസിറ്റി. എന്താ വെലോസിറ്റിയാ? ഫസ്റ്റ് കോസ്മിക് വെലോസിറ്റി. അതിൻ്റെ വാല്യൂ ഉണ്ട്, ആറിൻ്റെ വാല്യൂ ഉണ്ട്. ആറെന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ദി എർത്ത്. ജിയുടെ വാല്യൂ ഉണ്ട് 9.8. അതെല്ലാം നമുക്കൊന്ന് കൊടുത്തു നോക്കാം. ആ ഓർബിറ്റിനെ പറയുന്ന പേര് മിനിമം ഓർബിറ്റ് എന്നും ആ വെലോസിറ്റിയെ പറയുന്നതാണ് ഈ വെലോസിറ്റി വി ഈസിക്കൽ റൂട്ട് ഓഫ് ആർ ജിയെ പറയുന്ന പേര് ഫസ്റ്റ് കോസ്മിക് വെലോസിറ്റി. അത് ചോദിക്കും വൈ ഓർബിറ്റ് വെലോസിറ്റി ഈസ് കോൾഡ് ഫസ്റ്റ് കോസ്മിക് വെലോസിറ്റി വെച്ചാൽ ഇവിടെ മുതൽ നിങ്ങൾ എഴുതണം. ഈ ഇക്വേഷൻ മുതൽ ഇത് എഴുതിയിട്ട് ഇതെന്താണെന്ന് പറയണം. എന്നിട്ട് വി ഈസിക്കൽ റൂട്ട് ഓഫ് ആർ ജി. ആറിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 6.4 × 10⁶ മീറ്റർ. ജി എന്ന് പറഞ്ഞാൽ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വി ഈസിക്കൽ റൂട്ട് ഓഫ് 6.4 × 10⁶ × 9.8. വി ഈസിക്കൽ ലാസ്റ്റ് കിലോമീറ്റർ പെർ സെക്കൻഡ് കിട്ടുവാണെങ്കിൽ 7.7920 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ ഡിവൈഡ് ബൈ അത്രയും 7.92 കിലോമീറ്റർ പെർ സെക്കൻഡ്. ഇതാണ് ഫസ്റ്റ് കോസ്മിക് വെലോസിറ്റിയുടെ വാല്യൂ. അറിഞ്ഞില്ലെന്ന് പറയരുത്, പഠിപ്പിച്ചില്ലെന്നും പറയും. അന്നേരം ക്ലിയർ ആയിട്ട് നമ്മൾ ഓർബിറ്റ് വെലോസിറ്റിയുടെ ഇക്വേഷൻസ് പഠിച്ചു. എന്താണ് എങ്ങനെ ഫസ്റ്റ് കോസ്മിക് വെലോസിറ്റി എന്ന് കിട്ടി, അതിൻ്റെ വാല്യൂ പഠിച്ചു. ക്ലിയർ ആയേ? ഇനി പലപ്പോഴും ചോദിക്കുമ്പോൾ കുട്ടികൾ തെറ്റിക്കുന്ന ഒരു ഉത്തരവാണ് ടൈം പീരീഡ് ഓഫ് എ സാറ്റലൈറ്റിൻ്റെ ഡെറിവേഷൻ. ടൈം പീരീഡ് നമുക്കറിയാം, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. ഇവിടെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ക്യാപിറ്റൽ ടി ഒക്കെ ആക്കി. അത്രയേ ഉള്ളൂ. ഞാൻ ചെയ്യാൻ പോകുന്ന എല്ലാ സ്റ്റെപ്പുകളും എഴുതിയേക്കും നോക്കിക്കോണേ. എന്താണ് ടൈം പീരീഡ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇറ്റ് ഈസ് ദി ടൈം ടേക്കൺ ബൈ ദി സാറ്റലൈറ്റ് ടു റിവോൾവ് വൺസ് എറൗണ്ട് ദി എർത്ത്. അതായത് ഒരു സാറ്റലൈറ്റ് എർത്തിന് ഫുള്ള് ചുറ്റാൻ, ഇപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങി ഇവിടെ തിരിച്ചു വരാൻ എടുക്കുന്ന അത്രയും സമയത്തിനെയാണ് നമ്മൾ ടൈം പീരീഡ് എന്ന് പറയുന്നത്. അന്നേരം വെലോസിറ്റി ഈസിക്കൽ സാധാരണ ഇക്വേഷൻ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം, സിമ്പിൾ ഇക്വേഷൻ. വെലോസിറ്റിക്ക് ഞാൻ വി എന്ന് കൊടുത്തു. വി എപ്പോഴും നിങ്ങൾ നേരെ എഴുതണം കേട്ടോ. ഇതൊരു മാതിരി മൈക്കിൾ ജാക്സൺ ഡാൻസ് കളിച്ചിരുന്ന പോലെ അങ്ങനൊന്നും എഴുതരുത്. വി ഒക്കെ നല്ല വൃത്തിയായിട്ട് വി ആയിട്ട് എഴുതണം. ഇങ്ങനൊന്നും വി എഴുതരുത്. ഇതൊക്കെ സത്യം പറഞ്ഞാൽ തെറ്റാണ് കേട്ടോ. വി ഈസിക്കൽ ടു എസ് ബൈ ടി. വി ഈസിക്കൽ എസ് ബൈ സ്മോൾ ടിക്ക് വരെ ഞാൻ ക്യാപിറ്റൽ ടി കൊടുത്തു. അതിൽ നിന്ന് എസ് ഈസിക്കൽ ടു വി ഇൻറ്റു ടി.
എസ് ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ടി. അതിൽ നിന്ന് ടി ഈസ് ഈക്വൽ ടു, ഇതിനു വേണ്ടി ഇത്രയും സ്റ്റെപ്പ് ചെയ്ത് ടൈം പീരീഡ് കണ്ടുപിടിക്കേണ്ട എസ് ബൈ വി. ഒരു സർക്കിൾ എടുത്ത് അതിൻ്റെ സർക്കംഫറൻസ് എന്തുവാ? 2πr. അന്നേരം എസിന് വരെ നമുക്ക് 2πr എന്ന് കൊടുക്കാം. വിക്ക് വരെ എസിന് വരെ 2πr കൊടുത്തു, വിക്ക് വരെ √(gm/r) എന്ന് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ടി ഈസ് ഈക്വൽ ടു 2πr/√(gm/r). ഇനി ശ്രദ്ധിക്കേണ്ടത് 2π യുടെ √a² എന്ന് പറയുന്നത് a അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ √r² എന്ന് പറയുന്ന 6 അല്ലേ? അന്നേരം ഈ 6ന് പകരം നമുക്ക് √r² എന്ന് പറഞ്ഞാൽ ശരിയാണല്ലോ. അതേ ഉള്ളൂ ഇവിടെ ചെയ്തേക്കുന്നത്. ടി ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു ആറിന് പകരം നമ്മൾ എന്ത് കൊടുത്തു? √r² ബൈ √a/b എന്ന് പറഞ്ഞാൽ √a/√b എന്നല്ലേ? അങ്ങനെയാണെങ്കിൽ ടി ഈസ് ഈക്വൽ 2π √r² ബൈ √gm/√r. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ടി ഈസ് ഈക്വൽ 2π ഇൻറ്റു ഇതാണ്ട് ഈ √r ഒക്കെ അങ്ങ് മുകളിൽ പോകും. √r ഇൻറ്റു √r² എന്ന് പറഞ്ഞാൽ √r³ ബൈ √gm. √a/√b എന്ന് പറഞ്ഞാൽ √a/b. അങ്ങനെയാണെങ്കിൽ ടി ഈസ് ഈക്വൽ 2π ഇൻറ്റു √r³ ബൈ gm. എല്ലാ സ്റ്റെപ്പുകളും ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഞാൻ സ്പീഡാണെങ്കിൽ നിങ്ങൾ സ്പീഡ് എന്ന് പറയണം കേട്ടോ. എന്നാൽ ഈ ഒരു പേസിൽ ഞാൻ പോയില്ലെങ്കിൽ പ്രശ്നമാണ്. നമുക്ക് ജിയോ സ്റ്റേഷൻ സാറ്റലൈറ്റ് പഠിക്കാനില്ല, അതൊക്കെ പോട്ടെ. പോളാർ സാറ്റലൈറ്റ് വേണ്ട, അതൊന്നും ഈസി ആയിട്ടുള്ളതൊന്നും പഠിക്കേണ്ടതെന്ന് ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്. ഇച്ചിരി പാടായിട്ടുള്ളതൊക്കെ പഠിച്ച് മാർക്ക് മേടിക്കേണ്ടെന്നാണ് ഗവൺമെൻറ് പറയുന്നത്. പക്ഷെ നമ്മൾ മാർക്ക് മേടിക്കും. ഇനി വേണ്ടത് വെയ്റ്റ്ലെസ്നെസ് പഠിക്കേണ്ട, എസ്കേ വെലോസിറ്റി പഠിക്കണം. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും കൂടുതൽ വട്ടം ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എസ്കേ വെലോസിറ്റിയാണ്. എസ്കേ വെലോസിറ്റി നമുക്ക് പഠിക്കാം. എസ്കേ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ദി മിനിമം വെലോസിറ്റി with which a body must be projected so that it may escape from the gravitational field of the earth. ഒരു പ്രത്യേക വെലോസിറ്റിയിൽ ബോഡി പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ അത് ഗ്രാവിറ്റേഷൻ ഫീൽഡിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുന്ന മിനിമം വെലോസിറ്റി പറയുന്ന പേരാണ് എസ്കേ വെലോസിറ്റി. ഡിനോട്ട് ലെറ്റർ വി ഇ എന്നാണ് കേട്ടോ, എസ്കേപ്പ് വെലോസിറ്റി. ഇതിനും ദി മിനിമം വെലോസിറ്റി വിത്ത് വിച്ച് എ ബോഡി മസ്റ്റ് ബി പ്രൊജക്റ്റഡ് so that it may escape from the gravitation field of the earth. Escape velocity is also called second cosmic velocity. Escape velocity from the earth's surface is 11.2 km per second. Escape velocity earth surface inde 11.2 km per second ആണ്. ഓക്കെ, അതെപ്പോഴും ഓർത്തോണം, പ്രോബ്ലത്തിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എർത്തിൻ്റെ എസ്കേപ്പ് വെലോസിറ്റി തരണമെന്ന് വെച്ചാൽ 11.2 km per second. ഇനി അതിൻ്റെ എക്സ്പ്രഷൻ അന്നേരം ആദ്യം എക്സ്പ്രഷൻ പഠിക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ½ mv². പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദി ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഇവിടെ കണ്ടുപിടിക്കുന്നത് കേട്ടോ. അത് ഇക്വേഷൻ നിങ്ങൾ കാണാൻ പഠിച്ചാലും മതി. -gmm/r. ഇനി ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. കൈനറ്റിക് എനർജി എന്തോ ½ mv². എന്ന് കൊടുക്കണേ, കാരണം എസ്കേ വെലോസിറ്റി ആയതുകൊണ്ട്. പ്ലസ് മൈനസ് ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്, അന്നേരം പ്ലസ് മൈനസ് ആകുമ്പോൾ -gmm/r. ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസിൽ രണ്ട് എനർജിയും 0 ആണ്, അതിൻ്റെ സം എന്ന് പറയുന്നത് 0 ആണ്. അങ്ങനെയാണെങ്കിൽ ½ mv², me ആണ് സ്ക്വയർ, -gmm/r = 0. ½ mv² = 0 + gmm/r. ½ mv² = gmm/r. അതിൽ നിന്ന് എമ്മും ഈ എമ്മും അങ്ങ് വെട്ടിപ്പോയി. v² = 2 ഇങ്ങോട്ടിങ്ങ് വന്നു. v² = 2gm/r. അതിൽ നിന്ന് v = √2gm/r. ഇതാണ് എസ്കേ വെലോസിറ്റിക്കുള്ള മെയിൻ ഇക്വേഷൻ. v = √2gm. ഇനി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, വൈ എസ്കേ വെലോസിറ്റി ഈസ് കോൾഡ് സെക്കൻഡ് കോസ്മിക് വെലോസിറ്റി. എസ്കേ വെലോസിറ്റി എന്തുകൊണ്ട് സെക്കൻഡ് കോസ്മിക് വെലോസിറ്റി എന്ന് പറയുന്നത്? അതിനു വേണ്ടി അന്നേരം നിങ്ങൾ ഇവിടും തുടങ്ങണം. v = √2gm/r. എന്നിട്ട് g എന്ന് പറയുന്നത് നമ്മൾ ആദ്യമേ പഠിക്കുന്നത് മെയിൻ ഇക്വേഷൻ ഞാൻ പറഞ്ഞ gm/r². ക്യാപിറ്റൽ R ആണേ. അതിൽ നിന്ന് gm = r²g. gm = r²g. ഓക്കെ, അന്നേരം v = √2 ഇൻറ്റു gm-ന് പകരം r²g/r. ആറും വെട്ടിപ്പോയി. v = √2rg. നിങ്ങൾ നോക്കിയേ, v = √rg ആയിരുന്നപ്പോൾ അത് ഫസ്റ്റ് കോസ്മിക് വെലോസിറ്റി. v = √2rg ആയിരുമ്പോൾ അത് എസ്കേപ്പ് വെലോസിറ്റി ഈസ് കോൾഡ് സെക്കൻഡ് കോസ്മിക് വെലോസിറ്റി. അന്നേരം എസ്കേപ്പ് വെലോസിറ്റി എന്തെന്ന് പഠിക്കണം, വൈ എസ്കേപ്പ് വെലോസിറ്റി ഈസ് കോൾഡ് സെക്കൻഡ് കോസ്മിക് വെലോസിറ്റി എന്ന് പഠിച്ചിരിക്കണം.
ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളതിനകത്ത് പ്രധാനപ്പെട്ടെന്ന് പറയുന്നത് കെപ്ലറിന്റെ 3 ലോസ് അതിന്റെ 2 പ്രൂഫ്. അടിപൊളിയായി, അടിപൊളിയാണ്. അന്നേരം ഗ്രാവിറ്റേഷനിലെ അടുത്ത നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കെപ്ലേഴ്സ് ലോസ് ഓഫ് പ്ലാനറ്ററി മോഷൻ. രഹസ്യമായിട്ട് പറഞ്ഞല്ല, കെപ്ലേഴ്സ് ലോസ് ഓഫ് പ്ലാനറ്ററി മോഷൻ 3 ലോ ഉണ്ട്. 3 ലോയുടെ പേര് അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് ലോയെ പറയുന്ന പേര് ലോ ഓഫ് ഓർബിറ്റ്, സെക്കൻഡ് ലോയെ പറയുന്ന പേര് ലോ ഓഫ് ഏരിയാസ്, തേർഡ് ലോയെ പറയുന്ന പേര് ലോ ഓഫ് പീരീഡ് അല്ലെങ്കിൽ ഹാർമോണിക് ലോ. നമുക്ക് ആദ്യം 3 ലോ എന്താണെന്ന് പറയാം, 2 എണ്ണത്തിന്റെ പ്രൂഫും പഠിക്കണം, പഠിച്ചേ പറ്റൂ കേട്ടോ. ചോദിച്ചാൽ അല്ലെങ്കിൽ നമ്മൾ അടിച്ചു പൊളിഞ്ഞിരിക്കും. ഫസ്റ്റ് ലോ, ലോ ഓഫ് ഓർബിറ്റ്. അതുകൊണ്ട് ഇവിടെ ഒരു പടത്തിനകത്ത് ഒരു എലിപ്റ്റിക്കൽ ഷേപ്പ് കാണിച്ചിട്ടുണ്ട്, സണ്ണ് കാണിച്ചിട്ടുണ്ട്, മേജർ ആക്സിസ് കാണിച്ചിട്ടുണ്ട്. ആദ്യത്തെ നോക്കിയത് ദി ഓർബിറ്റ് ഓഫ് എ പ്ലാനറ്റ് ഈസ് ആൻ എലിപ്സ് വിത്ത് സൺ അറ്റ് വൺ ഓഫ് ഇറ്റ്സ് ഫോസി. ഫോക്കസിന്റെ പ്ലൂറലാണ് ഫോസി. എന്ത് പറഞ്ഞേക്കുന്നേ? ദി ഓർബിറ്റ് ഓഫ് എ പ്ലാനറ്റ് ഈസ് ആൻ എലിപ്സ് വിത്ത് സൺ അറ്റ് വൺ ഓഫ് ഇറ്റ്സ് ഫോസി എന്ന് പറഞ്ഞാൽ സണ്ണിനെ ഫോക്കസ് ആക്കി നിർത്തിക്കൊണ്ട് അതിന് ചുറ്റും പ്ലാനറ്റ് കറങ്ങുന്ന എലിപ്റ്റിക്കൽ ഷേപ്പാണ്. അത്രയും മാത്രം, ഒറ്റ സെന്റൻസ് പറഞ്ഞാൽ മതി. ഓർബിറ്റ് ഓഫ് എ പ്ലാനറ്റ് ഈസ് ആൻ എലിപ്സ് വിത്ത് സൺ അറ്റ് വൺ ഓഫ് ഇറ്റ്സ് ഫോസി. ഇത് ഫസ്റ്റ് ലോ കഴിഞ്ഞു. ഫസ്റ്റ് ലോയ്ക്ക് പറയുന്ന മറ്റൊരു പേര് ലോ ഓഫ് ഓർബിറ്റ്. സെക്കൻഡ് ലോ, ലോ ഓഫ് ഏരിയാസ് എന്ന് പറയാം. ദി ലൈൻ ജോയിനിങ് എ പ്ലാനറ്റ് ടു ദി സൺ സ്റ്റീപ്സ് ഔട്ട് ഈക്വൽ ഏരിയാസ് അറ്റ് ഈക്വൽ ഇന്റർവൽസ് ഓഫ് ടൈം. ഇപ്പൊ അർത്ഥമൊന്നും വലിയതായിട്ട് പഠിക്കേണ്ട, കാരണം അതിന്റെ പ്രൂഫ് പഠിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഏരിയൽ വെലോസിറ്റി ഓഫ് എ പ്ലാനറ്റ് ഈസ് എ കോൺസ്റ്റന്റ്. അന്നേരം ഒന്നുകൂടെ പറയാം, ദി ലൈൻ ജോയിനിങ് എ പ്ലാനറ്റ് ടു ദി സൺ. നിങ്ങൾ ഇതുപോലെ കാണാൻ പഠിക്കണം. പ്ലാനറ്റ് ടു ദി സൺ ലോ ആണ്. സ്റ്റീപ്സ് ഔട്ട് ഈക്വൽ ഏരിയാസ് അറ്റ് ഈക്വൽ ഇന്റർവൽസ് ഓഫ് ടൈം. ദാറ്റ് ഈസ് ഏരിയൽ വെലോസിറ്റി ഓഫ് എ പ്ലാനറ്റ് ഈസ് എ കോൺസ്റ്റന്റ്. അല്ലെങ്കിൽ ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഇത് പ്രൂവ് ചെയ്ത് നമുക്ക് പഠിക്കണം. ഇനി നമുക്ക് തേർഡ് ലോയിലോട്ട് പോകാം. തേർഡ് ലോയെ പറയുന്ന പേര് ഹാർമോണിക് ലോ എന്നാണ്, അല്ലെങ്കിൽ ലോ ഓഫ് പീരീഡ് എന്നും പറയാം. ദി സ്ക്വയർ ഓഫ് ടൈം പീരീഡ് ഓഫ് റെവല്യൂഷൻ ഓഫ് എ പ്ലാനറ്റ് എറൗണ്ട് ദി സൺ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ക്യൂബ് ഓഫ് ദി സെമി മേജർ ആക്സിസ്. അന്നേരം സ്ക്വയർ ഓഫ് ദി ടൈം പീരീഡ് എന്ന് പറയുന്നത് ടി സ്ക്വയർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ക്യൂബ് ഓഫ് ദി സെമി മേജർ ആക്സിസ്. ആറാണ് സെമി മേജർ ആക്സിസിന്റെ റേഡിയസ് എങ്കിൽ ക്യൂബ് എന്ന് പറയുന്നത് ആർ ക്യൂബ്. അതായത് ടി സ്ക്വയർ ഈസ് പ്രൊപ്പോർഷണൽ ടു ആർ ക്യൂബ്. ഈ 3 ലോ നിങ്ങൾ ഇതുപോലെ പഠിച്ചിട്ട് സെക്കൻഡ് ലോയ്ക്കും തേർഡ് ലോയ്ക്കും എന്തുണ്ട്? പ്രൂഫ് ഉണ്ട്. ഫസ്റ്റ് ലോയ്ക്ക് എന്തില്ല? പ്രൂഫ് ഇല്ല. അന്നേരം നമുക്ക് ഡയറക്ട്ലി പോകാം പ്രൂഫ് ഓഫ് സെക്കൻഡ് ലോ. അതായത് ഇവിടെ ഒരു ഏരിയ ഉണ്ട്. ഈ ഏരിയക്കകത്ത് ഇത് ഫുള്ളൊരു ഏരിയ എ എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. മൊത്തത്തിലുള്ള ഏരിയ എ എന്ന് സങ്കല്പിക്കുക. അതിനകത്ത് ചെറിയൊരു ഏരിയ ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു കുഞ്ഞൊരു ഒരു 1 ഏക്കർ വസ്തുവിൽ നിന്ന് ഞാൻ 1 സെന്റ് എടുത്തു. അതാണ് ഈ ഡെൽറ്റ എ എന്ന് പറയുന്ന ഇത്ര ഏരിയ. അത് ഏതിൻ്റെ ഷേപ്പാ? ഒരു ട്രയാങ്കിളിൻ്റെ ഷേപ്പ് അല്ലയോ? ആ ട്രയാങ്കിളിൻ്റെ നമുക്ക് എസ് പി പി ഡാഷ് എന്ന് കൊടുക്കാം. എസ് മുതൽ പി വരെയുള്ള ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ആർ, പി മുതൽ പി ഡാഷ് വരെയുള്ളത് ഡെൽറ്റ ആർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ഫ്രം ട്രയാങ്കിൾ എസ് പി പി ഡാഷ് ഡെൽറ്റ എ ഈക്വൽ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ. ഓരോ നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നവരെ പറഞ്ഞു തരാം. ഡെൽറ്റ എ ഈസിക്കൽ ടു, ഇത് ട്രയാങ്കിളിന്റെ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ. ട്രയാങ്കിളിന്റെ ഏരിയകൾ ഇക്വേഷൻ പറയട്ടെ, ഹാഫ് ബി എച്ച്. അതാണ് ഡെൽറ്റ ഈസിക്കൽ ഹാഫ് ബി എച്ച്. ക്ലിയർ ആണല്ലോ? ഡെൽറ്റ ഈസിക്കൽ ടു ഹാഫ് ഇൻറ്റു ബിക്ക് വരെ നിങ്ങൾക്ക് 6 എന്ന് കൊടുക്കാം, ഡെൽറ്റ 6 എന്ന് കൊടുത്താലും കുഴപ്പമില്ല. രണ്ടായാലും നമുക്ക് അറേഞ്ച് ചെയ്ത് എഴുതാനേ ഉള്ളൂ. ഡെൽറ്റ 6 ഇൻറ്റു ഹൈറ്റിന് പകരം ഞാൻ ഡെൽറ്റ 6 എന്ന് കൊടുത്തു. ഈ ഇക്വേഷനെ ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ ഡെൽറ്റ ടി, 2 സൈഡിലും ഞാൻ ഡെൽറ്റ ടി വെച്ച് ഡിവൈഡ് ചെയ്യണം. അന്നേരം ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി. ഇവിടെ ഞാൻ ഹാഫിന് 6 ഉണ്ട്, ഡെൽറ്റ 6 ഉണ്ട്. ഏതിനെ ഡെൽറ്റ ടി വെച്ച് ഡിവൈഡ് ചെയ്യും? ഡെൽറ്റ ഉള്ളതിനെ വെച്ച് ഡിവൈഡ് ചെയ്യും, കാരണം സെയിം പിച്ച് ആവുമല്ലോ. അന്നേരം ഹാഫ് ഇൻറ്റു 6 ഇൻറ്റു ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി. ഈ ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി എന്ന് പറയുന്നത് അറിയോ? ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയാണ്. നിങ്ങൾ നോക്കിയേ, ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു വി. അന്നേരം ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ആർ ഇൻറ്റു ഈ ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടിക്ക് പകരം എന്ത് കൊടുക്കാം? വി എന്ന് കൊടുക്കാം. ഇനി ഈ വിക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം വളരെ ഈസി ആയിട്ട്. മൊമെന്റം എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു വെലോസിറ്റി അല്ലയോ? മൊമെന്റം ഡിനോട്ടിലേറ്റർ പി ഈസ് ഈക്വൽ ടു എം ഇൻറ്റു വി. അതിൽ നിന്ന് വി ഈസ് ഈക്വൽ ടു പി ബൈ എം. അതും കൊടുത്താൽ മതിയല്ലോ. ഈ വിക്ക് പകരം പി ബൈ എം എന്ന് കൊടുക്കാം. അങ്ങനെ ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ആർ ഇൻറ്റു പി ബൈ എം. ഇനി നിങ്ങൾ ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി അതുപോലെ നിർത്തുക. മുകളിലുള്ള എല്ലാം മൾട്ടിപ്ലൈ ചെയ്തേ. 1 ഇൻറ്റു ആർ ഇൻറ്റു പി, അതായത് ആർ ഇൻറ്റു പി ബൈ 2 ഇൻറ്റു എം.
2. R into P എന്ന് പറഞ്ഞാൽ നമ്മൾ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷൻ മോഷൻ അത് പഠിച്ചതാണ്. ഇവനാണ് ആംഗുലർ മൊമെന്റ്. R into P, ആംഗുലർ മൊമെന്റം L. അങ്ങനെയാണെങ്കിൽ R into Pക്ക് പകരം നമുക്ക് L എന്ന് കൊടുക്കാം. ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു L by 2. ഇതിനകത്തിടെ L കോൺസ്റ്റന്റ്, 2 ഓൾറെഡി കോൺസ്റ്റന്റ്, എമ്മും കോൺസ്റ്റന്റ്. L by 2 മൊത്തത്തിൽ കോൺസ്റ്റന്റ് ഇല്ലയോ, L 2 M കോൺസ്റ്റന്റ്. അന്നേരം ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഉത്തരം കിട്ടി. സിമ്പിളല്ലേ? പ്രൂഫ് ഓഫ് സെക്കൻഡ് ലോ. നിങ്ങൾക്ക് ഒന്നുകൂടെ നോക്കിയാൽ സിമ്പിൾ സ്റ്റെപ്പുകൾ പെട്ടെന്ന് മനസ്സിലാവും. ഇനി കെപ്ലറിന്റെ തേർഡ് ലോ. അന്നേരം നമുക്ക് കിട്ടേണ്ടത് ടി സ്ക്വയർ ഈസ് പ്രപ്പോർഷണൽ ടു ആർ ക്യൂബ് എന്ന് കിട്ടണ്ടേ. ഞാൻ ആദ്യമേ പറഞ്ഞതാണ്, ഓർബിറ്റ് വെലോസിറ്റി ഒക്കെ പഠിച്ചപ്പോൾ നമ്മുടെ റോഡിലോ നമ്മുടെ തലയിലോ നമ്മുടെ ദേഹത്തോ നമ്മുടെ ഭൂമിയിലോ ഒന്നും ഒരു പ്ലാനറ്റോ സാറ്റലൈറ്റോ സ്റ്റാറോ സണ്ണോ എല്ലാം വന്ന് വീഴുന്നുണ്ടോ? ഇല്ല. കാരണം അവിടെ രണ്ട് ബൃഹത്തായ ഫോഴ്സുകൾ തമ്മിൽ പിടിച്ച് നിൽക്കുകയാണ്. ബാലൻസ് ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നിർത്തുക. അല്ല KGF-ഉം ബാഹുബലിയും പോലെ. അന്നേരം അതിനകത്ത് ഒരെണ്ണം ഗ്രാവിറ്റേഷൻ ഫോഴ്സാണ്, ഒരെണ്ണം ഇതെല്ലാം റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ സെൻട്രിപിറ്റൽ ഫോഴ്സ്. ഇവന്മാർ രണ്ടോടെ ബാലൻസ് ചെയ്യുകയാണ്. സെൻട്രിപിറ്റൽ ഫോഴ്സിനുള്ള ഇക്വേഷൻ ആണ് F = mv²/r. സെൻട്രിപിറ്റൽ ഫോഴ്സ് F = mv²/r. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് നമ്മൾ പഠിച്ചതാണ്. F = gmm/r². ഇക്വേഷൻ നമ്പർ 2. രണ്ട് സൈഡ് നിങ്ങൾ ഒരു സൈഡ് നോക്കി F ആണ്, അന്നേരം ഇക്വേറ്റ് ചെയ്യാമല്ലോ. ഒരു സൈഡ് സെയിം ആയതുകൊണ്ട് ഇക്വേറ്റിംഗ് 1 and 2. അന്നേരം എന്ത് എഴുതാം? mv²/r = gmm/r². ഒരു സ്മോൾ എം ഒരു സ്മോൾ എം ക്യാൻസർ ആയി, r² ഒരു r ക്യാൻസർ ആയി. അന്നേരം v² = gm/r. ഇക്വേഷൻ നമ്പർ 3. ഇനി ടൈം പീരീഡിനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചാണ്. T = 2πr/v. സ്ക്വയറിംഗ് ഓൺ ബോത്ത് സൈഡ്സ്. രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്തു. ടി എ സ്ക്വയർ ചെയ്യുമ്പോൾ T², 2നെ സ്ക്വയർ ചെയ്യുമ്പോൾ 4, π സ്ക്വയർ ചെയ്യുമ്പോൾ π², r-നെ സ്ക്വയർ ചെയ്യുമ്പോൾ r² ബൈ v-യെ സ്ക്വയർ ചെയ്യുമ്പോൾ v². ഓക്കെ, രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്തു. ഇനി ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. T² v² = നിങ്ങളുടെ എളുപ്പത്തിന് വേണ്ടി പെട്ടെന്ന് മനസ്സിലാവും. 4π² r². അതിൽ നിന്ന് v² v എപ്പോഴും ഇങ്ങനെ എഴുതാവുള്ളൂ കേട്ടോ. ഡാൻസ് കളിക്കുന്ന പോലെ v ഇങ്ങനെ ചരിച്ചും ഒന്നും എഴുതരുത്. v² = 4π² r²/t². ഇക്വേഷൻ നമ്പർ 4. 3 നോക്കിയേ, v² അല്ലയോ. 4 നോക്കിയേ, v² അല്ലയോ. അന്നേരം ഒരു സൈഡ് സെയിം ആണല്ലോ. ഇക്വേറ്റിംഗ് 3 and 4. അന്നേരം gm/r = 4π² r²/t². ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. gm/t² = gm × t² = 4π² × r² × r എന്ന് പറഞ്ഞാൽ r³. അതിൽ നിന്ന് t² = 4π² r³/gm. അതിനകത്ത് 4 കോൺസ്റ്റന്റ് ആണ്, π² കോൺസ്റ്റന്റ് ആണ്, g കോൺസ്റ്റന്റ് ആണ്, m കോൺസ്റ്റന്റ് ആണ്. അന്നേരം ബാക്കി കോൺസ്റ്റന്റ് അല്ലാത്ത r മാത്രമേ ഉള്ളൂ. അന്നേരം r³. അന്നേരം T² ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു r³. ഹെൻസ് ദി പ്രൂഫ്. ആയിടെ തീർന്നു. അന്നേരം ഇത്രയും സിമ്പിളായിട്ടൊക്കെ ഗ്രാവിറ്റേഷൻ പഠിക്കാം. നിങ്ങൾക്ക് ഏത് വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എളുപ്പത്തിൽ പഠിക്കാവുന്ന നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാം. നിങ്ങൾക്ക് എളുപ്പത്തിൽ നന്നായിട്ട് മനസ്സിലായെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻസ് ഒക്കെ ഇടുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നല്ല അടിപൊളി വീഡിയോസ് പുറകാലെ വരുന്നുണ്ട്. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം പ്ലസ് ഇംപ്രൂവ്മെൻറ്റ്. നിങ്ങൾക്ക് സപ്പോർട്ട് തിരിച്ചിങ്ങോട്ട് സപ്പോർട്ട്. മാക്സിമം കൂട്ടുകാരിലേക്ക് എത്തുക. പ്രോബ്ലംസിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വീഡിയോ കിടുകാച്ചി വീഡിയോസ്, കിഡിലോസ്കി വീഡിയോസ് ഒക്കെ വരും. സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക. അതുവരെ മാഷ് നിർത്തുന്നു. നെവർ എവർ ഗിവ് അപ്പ്. അടുത്ത വീഡിയോയ്ക്ക് കാണുന്നവരെ ചെയ്യൂ.